മൈക്ക് എടുക്കരുതല്ലേ. ഹായ്. അങ്ങനെ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം രാവിലെ ഇപ്പം 10 മണിയായപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങിയിരിക്കുന്നു. എല്ലാവരും മീൻസ് നമ്മളെല്ലാവരും അമ്മേലെ നേരത്തെ വിളിച്ചു. കല്യാണ വീട് അടുത്ത ദിവസം എങ്ങനെ ഉണ്ടാവും, അത് സ്വന്തം വീട് മാത്രമേ നമുക്ക് എങ്ങനെ ഉണ്ടാവാൻ നോക്കാൻ പറ്റും. അത് എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ കാണിച്ചു. ഓക്കെ, നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങാം. ഓക്കെ, ഈ സൈഡൊക്കെ നോക്കൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കല്യാണ വീട് അത്ര സിമ്പിളല്ല മക്കളെ. മൊത്തം ഇന്നലത്തെ ഐസ്ക്രീമിൻ്റെ പാട്ടങ്ങൾ, പിന്നെ കപ്പുകൾ, ഗ്ലാസ്സുകൾ, എല്ലാവരും കഴിച്ച ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ്. നമ്മൾ കല്യാണത്തിന് ഭക്ഷണം കഴിച്ച് ആ പ്ലേറ്റ് ഇങ്ങനെ വെക്കുമല്ലോ. അപ്പോൾ നമുക്ക് അറിയില്ല ഈ പ്ലേറ്റ് എന്താ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഇത്രയും നാൾ ചോദിച്ചത് കഴിഞ്ഞിട്ട് ആരെങ്കിലും എടുത്ത് കഴുകി വെക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതെല്ലാം പിറ്റേ ദിവസം വീട്ടുകാരെന്നെ കഴുകണം എന്നുള്ള കാര്യം ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല. ഇത് ഐസ്ക്രീമിൻ്റെ ഫ്രീസറ്, പിന്നെ ടേബിള്, പിന്നെ സ്പീക്കറ്, നമ്മുടെ ചെയേഴ്സ്, പിന്നെ ഫാന്, തറയിലൊത്ത് ഇതിനെ കാണാൻ തന്നെ പറ്റാത്ത സംഭവങ്ങൾ. അവിടെ ഇവിടെയൊക്കെ ചെയറൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ റിസപ്ഷൻ ചേഞ്ച് ആയിരുന്നു. ഇതൊക്കെ ഒരു വിധത്തിലായിട്ടുണ്ട്. ഇല്ലായിട്ട് നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് പോകാം. അതായത് കല്യാണ വീട് നെക്സ്റ്റ് ഡേ എന്താണ് എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്. നമ്മൾ മറ്റേ സിനിമയിൽ കണ്ടതുപോലെ നിങ്ങൾ ചായ കുടിച്ചിട്ട് ഇവിടെ വെച്ചോളൂ, കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോയാൽ ഞാൻ തന്നെ ഇതൊക്കെ കഴിയുമെന്ന് പറഞ്ഞതുപോലെ പണിയാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പണി കിട്ടി മക്കളെ. ഇതായിരുന്നു ബുഫേ ടേബിൾ. ഭക്ഷണമൊക്കെ ഇവിടുന്ന് കൊടുത്തോണ്ടിരുന്നത് അച്ചാറ്, ചമ്മന്തി, സാലഡ്, അതിൻ്റെയൊക്കെ പാത്രങ്ങളോട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എല്ലാവരും പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ തന്നെ കഴിക്കണം. പിന്നെ ഗ്ലാസ്സുകൾ, വെള്ളത്തിൻ്റെ പാത്രത്തിൽ ഇപ്പോഴും കുറച്ചും കൂടി വെള്ളം ബാക്കിയുണ്ട്. ഇന്നലെ ഇട്ട ലൈറ്റ് ഇതുവരെയായിട്ട് കെടുത്തിട്ടില്ല. കുറച്ച് ഇലകൾ ബാക്കിയുണ്ട്. പിന്നെ സൈഡ്, ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകാൻ പറ്റും. പിന്നെ കാണിക്കട്ടെ, ഒരു ചെരുപ്പട വന്നൊന്ന് സ്പോസ് ചെയ്യുക. കല്യാണ വീടിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയിരിക്കുകയാണ്. ബാക്ക് സൈഡാണ് ഇതിലെ കല്യാണ വീടിൻ്റെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലം. നോക്കൂ മക്കളെ, നോക്കൂ. ഓരോരോ പാത്രങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കിയത്, ഭക്ഷണം ഒഴിച്ചു വെച്ചത്, ഭക്ഷണം കൊടുത്തത്, ഇളക്കിയ സ്പൂണുകൾ തുടങ്ങിയ ഓരോ സാധനങ്ങളും ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം വീട്ടുകാർ തന്നെ കഴുകി വൃത്തിയാക്കണം എന്നുള്ള വിവരം അറിഞ്ഞത് സ്വന്തമായി വീട്ടിലൊരു കല്യാണം വന്നപ്പോഴാണ്. എൻ്റെ കല്യാണത്തിനും കൂടി ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് പോയതുകൊണ്ടൊന്നും അറിഞ്ഞിട്ട്. ഓരോരുത്തർ കഴിച്ച ഭക്ഷണത്തിൻ്റെ പ്ലേറ്റുകളുണ്ടോ, 1 2 3 4 5 6 ട്രേകൾ ഇങ്ങനെ അട്ടി. എത്ര ആൾക്കാരുണ്ടായിരുന്നു? 1000 ഉണ്ടായിരുന്നോ? അത്ര അറിയില്ല. ബിരിയാണി ഉണ്ടാക്കിയ ചെമ്പ് എന്താ ബിരിയാണീൻ്റെ ബാക്കി വന്ന വേസ്റ്റായിട്ട് വന്ന ഇതാണ്. ഇതുപോലെ ഇനി ഇതാ ഈ കാണുന്ന പാത്രത്തിലൊക്കെ ഇന്നലത്തെ ചോറുകളും കറികളും ഒക്കെ ബാക്കിയുണ്ട്. അതൊക്കെ വേസ്റ്റ്, അതൊക്കെ കളയാൻ വെച്ചാൽ ഇത്ര സൂം ചെയ്താൽ തന്നെ ഞാൻ പറയുന്നൊന്നും കറക്റ്റ് നല്ല രസമായിട്ട് കിട്ടൂല. ദൂരെ നിൽക്കും. ഇത് ആവശ്യത്തിന് എടുക്കാൻ ടാങ്കിൽ വെച്ച വെള്ളം, അത് കഴുകി വൃത്തിയാക്കേണ്ടതാണ് തിന്നുള്ളൂ. തിന്നാൻ വെച്ച അവിടെ അങ്ങോട്ട് എടുക്കല്ല, തിന്നാൻ വെച്ച പ്ലേറ്റ് എല്ലാം ബാക്കിയുള്ളത്. ഇത് ഭാഗ്യത്തിന് കഴുകണ്ട, അത് ആരും തിന്നാത്തതാണ്, രക്ഷപ്പെട്ടു. ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ പോയ സ്ഥലമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഭക്ഷണത്തിന് ആളുകൾ ഉണ്ടാവുന്നുണ്ടാക്കുന്നത്. ഇവിടെയാണ് തീയൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചത്. അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനാണ് തോന്നുന്നു ബിരിയാണി ഉണ്ടാക്കിയത്. ഇതിൽ ഇപ്പം ഉള്ളത് ഫുള്ള്
ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും. നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ ഇടൂലേ, ഐസ്ക്രീമിൻ്റെ വാട്ടകള്, വെള്ളത്തിൻ്റെ ഗ്ലാസ്സുകളും അതിൻ്റെ കവറാണ് ഇതിലിട്ടിരിക്കുന്നത്. ഇതിന് സത്യം പറഞ്ഞാൽ എന്താ ചെയ്യുക പറയൂ? കമൻറ്റ് ബോർഡിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? എനിക്കറിയില്ല. അറിയില്ല, നിങ്ങൾക്ക് ചെയ്യുമായിരിക്കും, എനിക്കറിയില്ല. ഞാനിപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കല്യാണ വീടിൻ്റെ അടുത്ത ദിവസം കാണിക്കാൻ തുടങ്ങിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ആരോ കുടിച്ച ഗ്ലാസ് ബാക്കി ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞില്ല കേട്ടാ. സാധാരണ ചോറിൻ്റെ ബാക്കി വേലടക്കുന്നു. എത്ര വേസ്റ്റുകളാണ്, അതാണ് ഞാൻ വിചാരിക്കുന്നത്. പച്ചക്കറിയെല്ലാം മുറിച്ചിട്ട് അത് മുൻകൂട്ടി കഴിക്കണം. അത്ര രസമുണ്ടായിരുന്നു. പച്ചക്കറി മുറിച്ചിട്ട് വേസ്റ്റും അതിൻ്റെയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഇതുവഴി തിരിച്ചു പോയാൽ നമ്മുടെ ഇതെന്താ സാധനം? അങ്ങനത്തെ എന്തോ റിബണാണ് ഉണ്ടാകുക. ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ. ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ മറന്നുപോയി മക്കളെ. ഗൈസ്, ഇനി അടുത്ത എപ്പോഴെങ്കിലും ജന്മത്തിൽ കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ എടുക്കാൻ ആളുകൾ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർ ഷോപ്പ് ചെയ്യുന്നേ കഴിഞ്ഞില്ലേ പരിപാടി? പിന്നെ ഞങ്ങൾ ആദ്യം പ്ലേറ്റ് എടുത്തിട്ടേ വന്നു. ആയിട്ടില്ല, വൈൻഡപ്പ് ചെയ്യണ്ടേ? കല്യാണം എന്ന് വെച്ചാൽ ഈ പുറമേ കാണുന്ന സംഭവങ്ങൾ മാത്രമേ ഇത്രയും നാളായിട്ട് അറിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഈ ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള പാത്രം കഴുകൽ, വീട് വൃത്തിയാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ടെന്ന് ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അത് സ്വന്തം വീട്ടിൽ കല്യാണം, അവനവൻ്റെ കല്യാണത്തിന് പോലും അറിയില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് എനിക്കൊന്നും അറിയില്ല. കല്യാണ പെണ്ണിനൊന്നും അറിയില്ല. ഇവിടെയും കല്യാണ പെണ്ണൊന്നും അറിയുന്നില്ല. അതുപോലെ ബാക്കി ഇനി എന്തൊക്കെ പണിയുണ്ട്? പാത്രം കഴുകണം, പിന്നെ വീടിന് ചുറ്റും വൃത്തിയാക്കി പഴയ വീടിൻ്റെ അവസ്ഥയിലെത്തിക്കണ്ടേ, വൃത്തിയാക്കണം. അങ്ങനെ പണി തകൃതിയായി നടക്കുകയാണ്. 2-3 ദിവസം കൊണ്ടാണ് നമ്മൾ എല്ലാം ഒന്ന് സെറ്റാക്കിയത്. ഒരാഴ്ചയായപ്പോഴേക്കും എല്ലാം ഒന്ന് സെറ്റായി. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പ്ലേറ്റുകളൊന്നും നമ്മൾ കഴുകേണ്ടി വന്നിരുന്നില്ല. പ്ലേറ്റൊക്കെ അവർ തന്നെയാണ് കഴുകി. ഇതുപോലെ കുറച്ച് പാത്രങ്ങൾ മാത്രമേ കഴുകേണ്ടിയിരുന്നുള്ളൂ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് കുറേ വീഡിയോസ് ഇനിയുണ്ട്, എല്ലാം ഞാനിടാം. ഓക്കെ, ബൈ.